അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വഹാബി പ്രസ്ഥാനത്തെ അതിൻ്റെ നേതാക്കളെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വഹാബി പ്രസ്ഥാനം അല്ലെങ്കിൽ സലഫി, മുജാഹിദ്, അഹ്ലെ ഹദീസ് എന്നിങ്ങനെ ഒരുപാട് പാസ്പോർട്ടുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു പുത്തൻ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ആരായിരുന്നു, അവരുടെ തനി നിറം എന്തായിരുന്നു, അവരെ ലക്ഷ്യമെന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് നിങ്ങളുടെ മുന്നിൽ ഒരൽപ്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആരും അമ്പരന്ന് പോകുന്ന, അത്ഭുതപ്പെട്ടു പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ കേൾപ്പിക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഇതൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കൂല. അതുകൊണ്ട് തന്നെ അവസാനം വരെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ വീക്ഷിക്കണമെന്ന് ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുന്നു. സലഫി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ പ്രമുഖനാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദും. ഈ രണ്ട് വ്യക്തിത്വങ്ങളെ വിട്ടുകൊണ്ട് സലഫി പ്രസ്ഥാനത്തിന് ഇവിടെ പരിചയപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. മാത്രമല്ല, ജമാലുദ്ദീൻ അഫ്ഗാനി അവരുടെ നേതാവാണെന്നും അതുപോലെ മുഹമ്മദ് അബ്ദും നേതാവാണെന്നും അവരുടെ ആധികാരികമായ പുസ്തകങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു പുസ്തകം വഹാബികൾ തന്നെ ഇറക്കിയ അവരുടെ ആധികാരികമായ പുസ്തകമാണ്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൻ്റെ ആമുഖം എന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ 15-ാമത്തെ പേജിൽ അവരെ നേതാക്കളെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ കാണാം ഷൗക്കാനിയും അഫ്ഗാനിയും എന്ന ഒരു ടൈറ്റിലിൽ അഫ്ഗാനിയെ സംബന്ധിച്ച് പുകഴ്ത്തിപ്പറഞ്ഞ് അവരെ നേതാക്കളായി എണ്ണി പുകഴ്ത്തുന്നത് കാണാം. അതിൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങളെ ആദ്യമായി വായിച്ചു കേൾപ്പിക്കുന്നു. 1839 അഫ്ഗാനിസ്ഥാനിൽ ഭൂജാതനായ ജമാലുദ്ദീൻ അഫ്ഗാനി ആധുനിക മുസ്ലിം ലോകത്തിൻ്റെ പിറവിക്ക് ജന്മം നൽകിയ പ്രഗത്ഭനായ ഉദ്ധാരകനാണ്. ബ്രിട്ടീഷ് ആധിപത്യം നിലനിൽക്കുന്നിടത്തോളം കാലം മുസ്ലിംകളെ ഉദ്ധരിക്കാൻ സാധ്യമല്ലെന്ന് കണ്ട അഫ്ഗാനി ഇന്ത്യയിൽ വന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാഹളം മുഴക്കി. പിന്നീട് നവോത്ഥാനത്തിൻ്റെ പതാകയും വഹിച്ച് ഈജിപ്തിലേക്ക് നീങ്ങിയ അദ്ദേഹം അവിടെയും വിപ്ലവത്തിൻ്റെ കിരണങ്ങൾ വിതറി. ആ തീപ്പൊരി പിന്നെ പാരീസിലേക്ക് വരുന്നു. ഉർവത്തുൽ ഉസ്ത എന്ന പത്രം സ്ഥാപിച്ചു. അതിലൂടെ അദ്ദേഹം തൻ്റെ ആശയങ്ങൾ ലോകത്തുടനീളം പ്രചരിപ്പിച്ചു. ഉത്തമനായ ഒരു ശിഷ്യനെ വാർത്തെടുത്ത ശേഷം 1889 അദ്ദേഹം ലോകത്തോട് വിടവാങ്ങി. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൻ്റെ ആമുഖം എന്ന പുസ്തകത്തിൻ്റെ 15-16-ാമത്തെ പേജിലാണ് വഹാബികൾ, സലഫികൾ അവരെ നേതാവിനെ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ശേഷം മുഹമ്മദ് അബ്ദും റഷീദ് റിളയും എന്ന ടൈറ്റിലിൽ മുഹമ്മദ് അബ്ദുനെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഹിജ്റ 1266 ഭൂജാതനായ ഇമാം മുഹമ്മദ് അബ്ദുവാണ് ആ ഉത്തമ ശിഷ്യൻ. എന്താണ് മുഹമ്മദ് അബ്ദുനെ സംബന്ധിച്ച് ഇമാം എന്ന നിലക്കാണ് വഹാബികൾ പരിചയപ്പെടുത്തുന്നത്. അഫ്ഗാനിയുടെ വിപ്ലവാശയങ്ങൾ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ ഈജിപ്തിൽ നിന്ന് ബഹിഷ്കൃതനായ അബ്ദു പാരീസിലെത്തി തൻ്റെ ഗുരുവിനോടൊപ്പം ചേർന്ന് അൽ ഉർവത്തുൽ ഉസ്തയിൽ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദും ഇവരുടെ നേതാക്കളാണെന്നും അവർ നവോത്ഥകന്മാരാണ് എന്നും ഇമാമികളാണ് എന്നുമൊക്കെയാണ്
സലഫികളിൽ പരിചയപ്പെടുത്തിയത്. ഇത് മനസ്സിലായല്ലോ? ഇതിലിനി ആർക്കും തർക്കമില്ലല്ലോ. സലഫി പ്രസ്ഥാനത്തിൻ്റെ സലഫികളുടെ നേതാക്കളാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുവും. ഈ രണ്ട് സാധനങ്ങൾ നമ്മുടെ നാട്ടിലെ സലഫികളെ ലീഡർമാരാണ് എന്നത് ബോധ്യപ്പെട്ടല്ലോ. ഇതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഈ രണ്ട് സാധനങ്ങൾ എന്തായിരുന്നു, ഇവർ ആരായിരുന്നു, ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നതാണ് നിങ്ങളെ മുന്നിൽ ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും രേഖയുടെ അടിസ്ഥാനത്തിലാണ്. ആരോപണങ്ങളല്ല, ഇല്ലാത്ത കുറ്റാരോപണങ്ങളല്ല, ഉള്ള യാഥാർത്ഥ്യങ്ങൾ ഗ്രന്ഥത്തിലൂടെ ചരിത്രകന്മാർ എഴുതിയ കിതാബിലൂടെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുന്നത്. ഞാൻ ഇവിടെ വായിക്കുന്ന, ഞാൻ സമർത്ഥിക്കുന്ന, ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും എൻ്റെ കയ്യിലുള്ള ഗ്രന്ഥങ്ങൾ കൊണ്ട് അത് മുഴുവനും എൻ്റെ കയ്യിൽ, ആ ഗ്രന്ഥങ്ങൾ മുഴുവനും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന മുഴുവൻ കാര്യവും എവിടെയെങ്കിലും വെബ്സൈറ്റ് നോക്കിയോ ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് അല്ല, മറിച്ച് ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. എല്ലാം ആധികാരികമായ തെളിവോടുകൂടെയാണ് നിങ്ങളെ മുന്നിൽ ഞാൻ സമർത്ഥിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കൂല. ആ നിലക്കുള്ള നെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളെ മുന്നിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമതായി ജമാലുദ്ദീൻ അഫ്ഗാനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ളത് അദ്ദേഹം ആരായിരുന്നു എന്നതാണ്. അത് മനസ്സിലാക്കാനാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത്. ജമാലുദ്ദീൻ അഫ്ഗാനി സാധാരണ പറയാറുള്ളത് അഫ്ഗാൻകാരനാണ് എന്ന പേരിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം അഫ്ഗാനിയല്ല, അദ്ദേഹം ഇറാൻകാരനാണ് എന്നാണ് അലിയുൽ വർദി അദ്ദേഹത്തിൻ്റെ ലമഹാത്തുൻ ഇജ്തിമാഇയ്യ മിൻ താരീഖിൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം അതിനെ സമർത്ഥിക്കുന്നത്. അലിയുൽ വർദി 10ഓളം കാരണങ്ങൾ പറഞ്ഞ് ജമാലുദ്ദീൻ അദ്ദേഹം യഥാർത്ഥത്തിൽ അഫ്ഗാനിക്കാരനല്ല, അദ്ദേഹം ഇറാൻകാരനായിരുന്നു, ഷിയായിസം ഉള്ള ആളായിരുന്നു എന്ന് അലിയുൽ വർദി അദ്ദേഹത്തിൻ്റെ ലമഹാത്ത് എന്ന് പറയുന്ന ലമഹാത്തുൻ ഇജ്തിമാഇയ്യ മിൻ താരീഖിൽ ഇറാഖിൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം നന്നായി പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ 266 പേജ് മുതൽക്ക് 269 പേജ് വരെ ആ കാര്യം അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് ആ കാരണങ്ങളൊക്കെ വായിച്ച് സമയം നീക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതിരുന്നാലും അദ്ദേഹം യഥാർത്ഥത്തിൽ അഫ്ഗാനുകാരനല്ല, ഇറാനുകാരനാണ് എന്നാണ് അലിയുൽ വർദി സമർത്ഥിക്കുന്നത്. വളരെ സമർത്ഥമായ 10 കാരണങ്ങൾ അതിന് അദ്ദേഹം മുന്നിൽ വെക്കുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്, ജമാലുദ്ദീൻ അഫ്ഗാനി അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന് ഒരുപാട് അഡ്രസ്സുകൾ ഉണ്ടായിരുന്നു, പല പേരുകളും. അതും പല സ്ഥലത്ത് പോയാൽ അദ്ദേഹം പേര് മാറ്റും. ഇപ്പോൾ വഹാബികൾ തന്നെ കേരളത്തിൽ മുജാഹിദ് എന്നും കർണാടകത്ത് സലഫി എന്നും ഉത്തരേന്ത്യയിൽ പോയാൽ പിന്നെ അഹ്ലെ ഹദീസ് എന്നും ഇങ്ങനെ പല പാസ്പോർട്ടുകളിൽ അറിയപ്പെടുന്നത് പോലെ ഈ മനുഷ്യനും പല നാടുകളിൽ പല പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം അങ്ങനെയാണ് പരിചയപ്പെടുത്തിയിരുന്നത്. അതാ അലിയുൽ വർദി ലമഹാത്തുൻ ഇജ്തിമാഇയ്യ എന്ന ഗ്രന്ഥത്തിൻ്റെ 311 പേജിൽ എഴുതുന്നത് കാണാം. വഖദ് ഇഅ്താദൽ അഫ്ഗാനിയു അൻ യുഗയ്യിറ ലഖബഹു കുല്ലമൻ തഖല മിൻ ബലദിൻ ഇലാ ആഖർ. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഇദ്ദേഹം പോയാൽ അദ്ദേഹത്തിൻ്റെ ലഖബ് അദ്ദേഹം ചേഞ്ച് ചെയ്യാറുണ്ടായിരുന്നു. ഫഖദ് റഅയ്നാഹു ഫീ മിസ്റ വ തുർക്കിയ യുലഖിബു നഫ്സഹു ബിൽ അഫ്ഗാനി. ഈ മനുഷ്യൻ മിസ്ർ, ഈജിപ്തിലും തുർക്കിയിലേക്ക് പോയാൽ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത് അഫ്ഗാനി എന്ന പേരിലാണ്. അതേ സമയത്ത് ബൈനമാ ഹുവ ഫീ ഇറാൻ യുലഖിബു നഫ്സഹു ബിൽ ഹുസൈനി. ഇറാനിലേക്ക് പോയാൽ താൻ ഹുസൈനി എന്ന പേരിൽ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തും. കാരണം ഷിയാകളുടെ ഇടയിൽ അദ്ദേഹം താൻ ഹുസൈനിയാണ് എന്ന അഡ്രസ്സിൽ പരിചയപ്പെടുത്തും.
ഇത് വെറുതെ ആരോപണമല്ല. അദ്ദേഹത്തിന്റെ രേഖകളിൽ നിന്ന്, സൂക്ഷിക്കപ്പെട്ട രേഖകളിൽ നിന്ന് ഇത് വ്യക്തമാവും. അന്നഹു കാന യത്തഖിദു അൽഖാബൻ ഉഖ്റാ മിഥൽ ഇസ്തംബൂലി. അദ്ദേഹം ഇത് രണ്ടല്ലാത്ത, ഹുസൈനിയും അഫ്ഗാനിയും ഇത് രണ്ടല്ലാത്ത വേറെ ഒരുപാട് ബിരുദങ്ങൾ, ലഖബുകൾ അദ്ദേഹം പ്രയോഗിക്കാറുണ്ടായിരുന്നു. ഏതുപോലെ ഇസ്തംബൂലി, വൽ കാബിലി, വൽ റൂമി, വൽ തൂസി, വൽ അസ്അദാബാദി, ഇങ്ങനെ ഇസ്തംബൂലി എന്നും, ചില സ്ഥലത്ത് പോയാൽ കാബൂലി എന്നും, മറ്റു ചില സ്ഥലത്ത് പോയാൽ റൂമി എന്നും, വേറെ ചില സ്ഥലത്ത് തൂസി എന്നും, വേറെ ചില സ്ഥലത്ത് അസ്അദാബാദി എന്നും, ഇങ്ങനെ പല അഡ്രസ്സുകൾ അദ്ദേഹം നൽകാറുണ്ടായിരുന്നു. പല സ്ഥലത്ത് പോയാൽ അഡ്രസ് മാറ്റുന്ന സ്വഭാവക്കാരനായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി. മാത്രമല്ല അദ്ദേഹത്തിന്റെ കോലവും പല സ്ഥലത്ത് പോയാൽ പല കോലമായിരുന്നു. ഇപ്പോൾ ഹുസൈൻ സലഫി ഷാർജയിലെത്തിയാൽ ഒരു കോലം, കേരളത്തിലെത്തിയാൽ മറ്റൊരു കോലം, ഇങ്ങനെ കോലം മാറ്റുന്നത് പോലെ അഫ്ഗാനിക്കും ആ സ്വഭാവം ഉണ്ടായിരുന്നു. അഥവാ അദ്ദേഹത്തിന് കടമെടുത്തതായിരിക്കാം. അദ്ദേഹത്തിന്റെ പേര് മാറ്റുന്നത് പോലെ അദ്ദേഹത്തിന്റെ കോലവും അദ്ദേഹം പല സ്ഥലത്ത് പോയാൽ മാറ്റാറുണ്ടായിരുന്നു. അദ്ദേഹം ഇറാനിലേക്ക് പോയാൽ ഷിയാക്കളെ പോലെ കറുത്ത തലയെക്കെട്ട് കെട്ടാറുണ്ടായിരുന്നു. അതേസമയത്ത് തുർക്കിയിലേക്ക് പോയാൽ വെളുത്ത തലയെക്കെട്ട് കെട്ടും. ഇങ്ങനെ പല നാട്ടിലെത്തുമ്പോൾ പല കോലത്തിലായിരുന്ന മനുഷ്യനായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി. ഇനി നമുക്ക് നോക്കാം ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയെ സംബന്ധിച്ച്. അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ ശിഷ്യൻ, ജമാലുദ്ദീൻ അഫ്ഗാനിന്റെ ഉത്തമനായ ശിഷ്യൻ എന്നാണല്ലോ മുജാഹിദുകൾ പരിചയപ്പെടുത്തിയത്. ആരെ? മുഹമ്മദ് അബ്ദു. ആ മുഹമ്മദ് അബ്ദുവിന്റെ നല്ലൊരു ശിഷ്യനാണ് റഷീദ് റിള. ആ റഷീദ് റിളക്ക് ഒരു ഗ്രന്ഥമുണ്ട്. എന്താണ് ആ ഗ്രന്ഥത്തിന്റെ പേര്? താരീഖുൽ ഉസ്താദ് മുഹമ്മദ് അബ്ദു. മുഹമ്മദ് അബ്ദു എന്ന തന്റെ ഉസ്താദിന്റെ താരീഖ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, 2 വാള്യമുള്ള 2 ഗ്രന്ഥമുണ്ട്. സാധുവായ എൻ്റെ കൈവശമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 43-ാമത്തെ പേജില് ജമാലുദ്ദീൻ അഫ്ഗാനിയെ സംബന്ധിച്ച് പറയുന്നത് കാണാം. കേട്ടോളൂ. അദ്ദേഹം വലിയ പണ്ഡിതനാണ് എന്നും ഉദ്ധാരകനാണെന്നും നവോത്ഥാന നായകനാണെന്നും ഒക്കെയാണല്ലോ പരിചയപ്പെടുത്തിയത്. അഥവാ ഒരു മുജദ്ദിദാണ് എന്നാണല്ലോ പരിചയപ്പെടുത്തിയത് വഹാബികൾ. അദ്ദേഹത്തെ സംബന്ധിച്ച് ശിഷ്യന്റെ ശിഷ്യൻ എഴുതുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വന്നതിനെ സംബന്ധിച്ച് പറയുന്നു, ഹുനാലിക അഖദ അൻ ഉലമാഇൽ ബറാഹിമത്തി. ഈ ജമാലുദ്ദീൻ അഫ്ഗാനി ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ ബ്രാഹ്മണന്മാരുടെ സന്യാസിമാരിൽ നിന്ന് അദ്ദേഹം പഠിച്ചു. ആരിൽ നിന്ന്? ബ്രാഹ്മണന്മാരിൽ നിന്ന്. വൽ ഇസ്ലാം, അതുപോലെ മുസ്ലിമീങ്ങളിൽ നിന്നും പഠിച്ചു. അജല്ലൽ ഉലൂമി ശർഖിയ്യ വത്താരീഖ്. ഷർഖിയ്യത്ത് അഥവാ കിഴക്കൻ വിജ്ഞാനങ്ങളും അതുപോലെ ചരിത്രങ്ങളും പഠിച്ചു. തീർന്നില്ല. സംസ്കൃത ഭാഷയിൽ അദ്ദേഹം നല്ല നിപുണനായി, അഗാധമായ പാണ്ഡിത്യമുണ്ടാക്കി. കിഴക്കൻ ഭാഷയുടെ ഉമ്മയായ പ്രധാനപ്പെട്ട ഭാഷയാകുന്ന സംസ്കൃതം അദ്ദേഹം നല്ലതുപോലെ പഠിച്ചു. എല്ലാ മതങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം നല്ലതുപോലെ പഠിച്ചു. എത്രത്തോളം പഠിച്ചറിയോ? കേട്ടോളൂ നിങ്ങള്. ഇവരുടെ നവോത്ഥാന നായകനെ സംബന്ധിച്ച്, മുജാഹിദുകളെ നേതാവിനെ സംബന്ധിച്ച്, അവരെ മുജദ്ദിദിനെ സംബന്ധിച്ച് ശിഷ്യന്റെ ശിഷ്യൻ എഴുതുന്നു, ഹത്താ അഫ്ളാ ബിഹി ഇലൽ ഇൽഹാദ്. ജമാലുദ്ദീൻ അഫ്ഗാനിയെ അത് കൊണ്ടുപോയി എവിടത്തേക്ക് എത്തിച്ചറിയോ? മതത്തിൽ നിന്ന് തെറിച്ചു പോകുന്ന ഇൽഹാദിയത്തിലേക്ക്, മതഭ്രഷ്ടനാകുന്നതിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോയി എത്തിച്ചു. അദ്ദേഹം ഒരു ഇമാമല്ല, അദ്ദേഹം മതത്തിൽ നിന്ന് തെറിച്ചുപോയ ആളാണ്. അതിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഈ ആലം ഖദീമാണ്, പണ്ടേ ഉള്ളതാണ്, തുടക്കമില്ലാത്തതാണ് ഈ ലോകം എന്ന ആശയത്തിലേക്ക് കൊണ്ടുപോയി ജമാലുദ്ദീൻ അഫ്ഗാനിയെ എത്തിപ്പിച്ചു എന്ന് റഷീദ് റിള തന്റെ താരീഖുൽ ഉസ്താദ് മുഹമ്മദ് അബ്ദു എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 43-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ കളവല്ല പറയുന്നത്.
അതിന്റെ പേജാണ് എൻ്റെ കയ്യിലുള്ളത്. ആ ഗ്രന്ഥത്തിന്റെ ഒരു പേജാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്രന്ഥം എൻ്റെ കയ്യിലുണ്ട്. അപ്പോ ഇൽഹാദിയത്തിലേക്കും ഈ ലോകം ഖദീമാണ്. ഖദീമായവൻ അള്ളാഹു മാത്രമാണല്ലോ, തുടക്കമില്ലാത്തവൻ അള്ളാഹു മാത്രമാണല്ലോ. എന്നാൽ ഈ ലോകം തുടക്കമില്ലാത്തതാണെന്ന ആശയത്തിലേക്കും വിശ്വാസത്തിലേക്കും ജമാലുദ്ദീൻ അഫ്ഗാനി അത് കൂട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്ന് റഷീദ് റിള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്. 1-43 പേജ്. ഇനി രണ്ടാമത് പോയിന്റ് 2, വിഷയം 2. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആരാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയും ആരാണ് മുഹമ്മദ് അബ്ദും? സലഫികളെ നേതാക്കളാണ്. അവരെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് രണ്ടാമത്തെ പോയിന്റും ഇതിനടുത്ത് വരുന്ന 3-ാമത്തെ പോയിന്റിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, യഹൂദികൾ ഒരു സംഘടനയുണ്ട്, മാസൂനിയത്ത്. എന്താണ് ആ സംഘടനയുടെ ലക്ഷ്യം? ആ യഹൂദി ജൂത സംഘടനയാണ് മാസൂനി എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയുടെ ലക്ഷ്യം ഇസ്ലാം മതത്തിനെ നശിപ്പിക്കുക എന്നതാണ്. ജൂത സംഘടനയാണ് മാസൂനിയത്ത്. ആ മാസൂനിയത്തിന്റെ വലിയ പ്രവർത്തകനും അതിന്റെ അധ്യക്ഷനുമായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി. ഞാൻ വെറുതെയല്ല പറയുന്നത്, കേട്ടോളൂ. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അലിയുൽ വർദി അദ്ദേഹത്തിന്റെ ലമഹാത്തുൻ ഇജ്തിമാഇയ്യ മിൻ താരിഖിൽ ഇറാഖിൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ അത് വളരെ വ്യക്തമായി തെളിവോടുകൂടി സമർത്ഥിക്കുന്നുണ്ട്. വെറുതെ ഒരു ആരോപണമല്ല. ചിലപ്പോൾ അലിയുൽ വർദി കളവ് എഴുതിയതായിരിക്കാം എന്ന് സലഫികൾ പറയും. കളവല്ല, ആധികാരികമായ തെളിവ് വെച്ചിട്ടാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. ജമാലുദ്ദീൻ അഫ്ഗാനി മാസൂനിക്കാരനായിരുന്നു. അഥവാ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ജൂതന്മാരുണ്ടാക്കിയ മാസൂനിയത്തിന്റെ വലിയ പ്രവർത്തകനും നേതാവുമായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി. കേട്ടോളൂ, അദ്ദേഹത്തിന്റെ ലമഹാത്തുൻ ഇജ്തിമാഇയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 3-ാം വാള്യം 276-ാമത്തെ പേജിൽ ഒരു ടൈറ്റിൽ കാണാം, ദുഖൂലുഹു ഫിൽ മാസൂനിയ. ജമാലുദ്ദീൻ അഫ്ഗാനി മാസൂനിയത്തിൽ പ്രവേശിച്ചതിനെ സംബന്ധിച്ചുള്ള ചരിത്രം. في أواخر أيار من عام 1875 1875 മെയ് മാസത്തിന്റെ അവസാനത്തിൽ قدم الأفغاني طلبا إلى المحفل الماسوني في القاهرة يطلب فيه قبوله عضوا في المحفل. അതാ ജമാലുദ്ദീൻ അഫ്ഗാനി 1875 മെയ് മാസത്തിന്റെ അവസാനത്തിൽ മാസൂനിക്കാർക്ക് ഒരു കത്തെഴുതുകയാണ്. എന്നെ നിങ്ങളെ സംഘടനയുടെ മെമ്പറാക്കണമെന്ന്, നിങ്ങളെ സംഘടനയിൽ എന്നെ ചേർക്കണമെന്ന്, മാസൂനിയത്തിൽ എന്നെ ചേർക്കണമെന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി ജൂതന്മാർക്ക് കത്തെഴുതുന്നു. വലാ തസാലു വറഖത്തു ത്വലബി മഹ്ഫൂദത്തൻ ഫീ മക്തബത്തിൽ ബർലമാനിൽ ഇറാനി. അദ്ദേഹം എഴുതിയ കത്ത് ഇറാനിലെ ഗ്രന്ഥാലയത്തിൽ, അവിടുത്തെ മ്യൂസിയമിൽ ഇന്നും അത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ കയ്യിൽ എഴുതിയ കത്ത്. അത് സ്വന്തം അഫ്ഗാനി അദ്ദേഹത്തിന്റെ സ്വന്തം കൈ കൊണ്ട് എഴുതിയ കത്താണ്. എന്താണ് ആ കത്ത്? ജമാലുദ്ദീൻ അഫ്ഗാനി എഴുതിയ കത്ത് ഇവിടെ കൊടുക്കുന്നുണ്ടോ? എന്താണ് അഫ്ഗാനി മാസൂനിയത്തിന് എഴുതിയ കത്ത്? യഖൂലു മുദർരിസുൽ ഉലൂമിൽ ഫൽസഫിയ്യ ബിമിസ്റ അൽ മഹ്റൂസ. മിസ്റിലെ ഫൽസഫയുടെ മുദർരിസായ ജമാലുദ്ദീൻ അൽ കാബിരി, ഇവിടെ ജമാലുദ്ദീൻ അഫ്ഗാനി കൊടുത്തത് ജമാലുദ്ദീൻ കാബിരി പറയുന്നുണ്ട്, അല്ലദീ മളാമിൻ ഉംരിഹി 37 സന. ഇത് ജമാലുദ്ദീൻ അഫ്ഗാനി എഴുതിയ കത്താണ് ഞാൻ വായിക്കുന്നത്. അദ്ദേഹം എഴുതുകയാണ്, 35 വയസ്സുകാരനായ ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന ഞാൻ بأني أرجو من إخواني الصفاء وأستدعي من خلان الوفاء أعني أرباب المجمع المقدس الماسون. മാസൂൻ സംഘടനയുടെ നേതാക്കളിൽ നിന്ന് പരിശുദ്ധമായ സംഘടന പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഉണ്ടാക്കിയ മാസൂനിയത്ത്, ആ മാസൂനിയത്തിനെ പറ്റി ഇവർ പറയുന്നത് പരിശുദ്ധമായ സംഘടന. ആ സംഘടനയുടെ നേതാക്കളോട് ഞാൻ അപേക്ഷിക്കുന്നു,
അല്ലദീ ഹുവ അനിൽ ഖലലി മസൂൽ. ഞങ്ങളുടെ സംഘടനയാണ് ഒരു തെറ്റും സംഭവിക്കാത്ത, ഒരു പിഴവും സംഭവിക്കാത്ത സംശുദ്ധമായ നിങ്ങളെ മാസൂനിയ സംഘടനയിൽ അതിന്റെ നേതാക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അയ്യമുന്നു അലയ്യ, എനിക്ക് നിങ്ങൾ അനുഗ്രഹിക്കണം, വയതഫല്ലലു ഇലയ്യ, എനിക്ക് നിങ്ങൾ ഔദാര്യം ചെയ്യണം, ബിഖബൂലി ഫീ ദാലികൽ മുജമ്മഇൽ മുതഹഹർ, പരിശുദ്ധമായ നിങ്ങളുടെ സംഘടനയിലേക്ക് എന്നെ സ്വീകരിക്കൽ കൊണ്ട് നിങ്ങൾ എനിക്ക് അനുഗ്രഹം ചൊരിയണേ, എനിക്ക് ഔദാര്യം ചൊരിയണേ, നിങ്ങൾ ആ പരിശുദ്ധമായ സംഘടനയിൽ എന്നെ ഒന്ന് ചേർത്തി തരണേ എന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി ജൂതന്മാർക്ക് കത്തെഴുതുകയാണ്. വബീദ് ഖാലിഫി സിൽക്കിൽ മുൻഖരിതീന ഫീ ദാലികൽ മുൻതദാ അൽ മുഫ്തഖർ വലകുമുൽ ഫളൽ എന്ന് അവർ കത്തെഴുതുന്നു. ആര്? ജമാലുദ്ദീൻ അഫ്ഗാനി. ആർക്ക്? ജൂതന്മാരുടെ സംഘടനയുടെ നേതാക്കൾക്ക്. അങ്ങനെ മാസൂനിയുടെ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ സ്വീകരണത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയായി. അദ്ദേഹം അതിൽ ചേർന്നു. അവർ അതിൽ പെർമിഷൻ ചെയ്ത് അതിൽ ചേർത്തി. അങ്ങനെ ആ സംഘടന അദ്ദേഹം വളരെ വേഗത്തിൽ ഉയർന്നു. ഹൈതു നജിദുഹു ഫി അവാഇലി ആമി 1878 കൊല്ലത്തിൽ യസിലു ഇലാ മർത്തബത്തി റിയാസ, ആ സംഘടനയുടെ അധ്യക്ഷ പദവിയിലേക്ക് പോയി ജമാലുദ്ദീൻ അഫ്ഗാനി എത്തുകയാണ്. 1875 മെമ്പർഷിപ്പ് എടുക്കുന്നു. 1878 ജൂത സംഘടനയുടെ അധ്യക്ഷനായി മാറുകയാണ് ജമാലുദ്ദീൻ അഫ്ഗാനി. വഫീമാ യലി നസ്സുൽ കിതാബില്ലദി അർസലഹു ഇലൈഹി ലോജി കൗകബ് ശർഖൽ മാസൂനി യുഖ്ബിറു ബിഖ്തിയാരി റഈസൻ ലഹു. ഇദ്ദേഹം കത്ത് കൊടുത്തപ്പോ ആ കത്തിന് പ്രതികരണമായി ജൂതന്മാർ കൊടുത്ത കത്ത് എന്തായിരുന്നു? ആ കത്തും ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. കണ്ടോ, ജൂതന്മാർ ജമാലുദ്ദീൻ അഫ്ഗാനിക്ക് ഏത് കത്ത്? ജമാലുദ്ദീൻ മുഹ്തറം, ജമാലുദ്ദീൻ അഫ്ഗാനിലേക്ക് ഇന്നഹു ലമഅലൂമുൻ ലദൈകും ബിഅന്ന ഫീ ജൽസതി 28 الماضي وبأغلبية الآراء, അഥവാ കഴിഞ്ഞ 28-ാം തീയതി നടന്ന മീറ്റിംഗിലും ഭൂരിപക്ഷത്തോടെ നിങ്ങൾ അധ്യക്ഷനായി തെരഞ്ഞെടുത്തപ്പോൾ ഉള്ള കത്താണിത്. അങ്ങനെ നിങ്ങളെ അധ്യക്ഷനായി ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സംഘടനയുടെ ഞങ്ങളുടെ മാസൂനിയത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് നിങ്ങളെ തെരഞ്ഞെടുത്ത വിവരം അറിയിക്കാൻ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ മംഗളാശംസകളും ഞങ്ങൾ നേരുന്നു എന്ന് ജൂതന്മാർ കത്തെഴുതുന്നെന്ന് മാത്രമല്ല, ആ ഒരു പരിപാടിക്ക് വേണ്ടി വിളിക്കുമ്പോൾ, അധ്യക്ഷ പദവി ഏറ്റെടുക്കുമ്പോൾ ഇദ്ദേഹത്തോട് ധരിച്ചു വരാൻ പറഞ്ഞ വസ്ത്രം എന്തായിരുന്നു? فرجاء حضوركم في اليوم المذكور للاشتراك في الأشغال وفي الحالتين ملابسكم تكون سوداء. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം കറുത്തതായിരിക്കണം എന്ന നിലയ്ക്ക് ജമാലുദ്ദീൻ അഫ്ഗാനിക്ക് ജൂതന്മാർ കത്തെഴുതുകയാണ്. കണ്ടോ, അപ്പൊ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വന്ന മാസൂനിയത്തിന്റെ അധ്യക്ഷനായി പ്രവർത്തിച്ച മനുഷ്യനാണ് ജമാലുദ്ദീൻ അഫ്ഗാനി. അതാണ് ഇസ്ലാമിനെ നശിപ്പിക്കാനായിരുന്നു ഇവരുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ജൂത പ്രവർത്തനം മനസ്സിലാക്കിയപ്പോൾ ഈജിപ്തിൽ നിന്ന് അവിടുത്തെ ഭരണകൂടം ഇയാളെ പുറത്താക്കുന്നു. കണ്ടോ, അതിന്റെ ആ വിവരം അന്ന് ഇദ്ദേഹത്തിനെ ഈജിപ്തിൽ നിന്ന് പുറത്താക്കിയ വിവരം ഈജിപ്തിലെ പത്രത്തിൽ വന്നിരുന്നു. ലമഹാത്തിന്റെ 282 പേജ് 3-ാം വാള്യത്തിൽ കൊടുക്കുന്നു. പത്രത്തിന്റെ റിപ്പോർട്ടിൽ കൊടുക്കുന്നത് കാണാം. ഖദിസ്തഖറത്തിൽ ഹുകൂമത്തു ബിഅന്ന ഹുനാക ജംഇയ്യതൻ സിറിയതൻ മിന ശുബാനി ദവിൽ ബത്ഷ് മുജ്തമിയതൻ അലാ ഫസാദി ദീൻ വദ്ദുനിയ റഈസുഹും യുദ്ആ ജമാലുദ്ദീൻ അഫ്ഗാനി മത്റൂദ് മിൻ ബിലാദിഹി. ഇവിടെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട്
പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഒരു രഹസ്യ സംഘടന ഉണ്ടാക്കി ദീനും ദുനിയാവും നശിപ്പിക്കാൻ, ചെറുപ്പക്കാരെ കൂട്ടി നശിപ്പിക്കാൻ അദ്ദേഹം സംഘടന ഉണ്ടാക്കി പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിനാൽ ഇവിടുന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന അവിടുത്തെ പത്രത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ലമഹാത്തുൽ ഇജ്തിമായ എന്ന ഗ്രന്ഥത്തിന്റെ 3-ാം വാള്യം 282-ാമത്തെ പേജിൽ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇതാണ് ജമാലുദ്ദീൻ അഫ്ഗാനി. ആ സംഘടന ഉണ്ടാക്കി 20,000 ചില്ലാനം മെമ്പർമാർ അദ്ദേഹം കൂട്ടിയിരുന്നു. അതിൽ 80-90% മെമ്പർമാരുണ്ടായിരുന്നത് ജൂതന്മാരാണ്. ഈജിപ്തിൽ മാസൂനിയത്തിനെ വളർത്തിയത് ജമാലുദ്ദീൻ അഫ്ഗാനിയാണ്. 20,000-ഓളം വരുന്ന ജൂതന്മാരെ കൂട്ടിക്കൊണ്ട് പ്രവർത്തിച്ച ഒരാളായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി. ഇനി തീർന്നില്ല, ഒരുപാട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലിപ്പിലൊക്കെ പറയാം. ഇപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട്. ഇനി മറ്റൊരു വിവരം കൂടി നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അത്ഭുതപ്പെട്ടു പോകും ഇത് നിങ്ങൾ കേട്ടാൽ. എന്തായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുന്റെയും ഒക്കെ ഉദ്ദേശം? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഇസ്ലാമിനെ നശിപ്പിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം, അഥവാ സലഫിയത്തിന്റെ ലക്ഷ്യമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാം അല്ല അവർക്ക് ഉദ്ദേശം, തൗഹീദ് അല്ല അവർക്ക് ലക്ഷ്യം, അവർക്ക് ബിദ്അത്തല്ല ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ജൂതന്മാരുടെ ലക്ഷ്യമായിരുന്നു പരിശുദ്ധമായ ഇസ്ലാമിനെ നശിപ്പിക്കുക. അത് വളരെ വ്യക്തമായി ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യൻ മുഹമ്മദ് അബ്ദു തന്റെ ഉസ്താദിനിക്ക് എഴുതിയ കത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കത്തിന്റെ വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആ കത്ത് ഇതിൽ കാണാം. ഫഹദ് ബിൻ അബ്ദുറഹ്മാൻ റൂമി എഴുതിയ മൻഹജുൽ മദ്രസത്തിൽ അഖലിയ അൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 161-ാമത്തെ പേജിൽ മുഹമ്മദ് അബ്ദു എഴുതിയ കത്ത്, ആ കത്തിന്റെ കോപ്പി അടക്കം, കയ്യെഴുത്ത് കോപ്പി അടക്കം, അതിന്റെ കയ്യെഴുത്ത് കോപ്പി അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് മുഹമ്മദ് അബ്ദു എഴുതിയ കത്ത് ഉസ്താദിനിക്ക് ജമാലുദ്ദീൻ അഫ്ഗാനിക്ക് എഴുതിയ കത്ത് എന്താണെന്നറിയോ? ആ കത്തിന്റെ വാക്ക് ഞാൻ വായിക്കാം. നഹ്നുൽ ആന, ഞങ്ങൾ ഇപ്പോൾ, അലാ സുന്നതികൽ ഖവീമ, ജമാലുദ്ദീൻ അഫ്ഗാനിയോട് പറയാൻ, നിങ്ങളെ ശക്തമായ ആ മാർഗത്തിൽ തന്നെയാണ് ശിഷ്യനാകുന്ന ഞാനും ഉള്ളത്. എന്താണ് ഞങ്ങൾ ആശയം? എന്താണ് ആശയം? നിങ്ങൾ പഠിപ്പിച്ച ആശയം, ലാ തുഖ്തഉ റഅസുദ്ദീനി ഇല്ലാ ബിസൈഫിദ്ദീനി, ഈ ഇസ്ലാം മതത്തിന്റെ തലനെ വെട്ടപ്പെടൂല ദീനിന്റെ വാള് കൊണ്ടല്ലാതെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അഥവാ ഇസ്ലാമിനെ നശിപ്പിക്കണമെങ്കിൽ, ഇസ്ലാമിന്റെ ശത്രുവായി ഇവിടെ വന്നാൽ നശിപ്പിക്കാൻ കഴിയില്ല. ഇസ്ലാമിനെ നശിപ്പിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ ഉള്ളിൽ കടന്ന് ഇസ്ലാമിന്റെ ആദർശമായി പറഞ്ഞ് എന്നാൽ മാത്രമേ ഈ ഇസ്ലാമിനെ ലോകത്ത് നിന്ന് നശിപ്പിക്കാൻ കഴിയുമെന്ന് ജമാലുദ്ദീൻ അഫ്ഗാനിക്ക് മുഹമ്മദ് അബ്ദു എഴുതിയ കത്തിൽ വളരെ വ്യക്തമായി എഴുതുകയാണ്. നഹ്നുൽ ആന അലാ സുന്നതികൽ ഖവീമ ലാ തുഖ്തഉ റഅസുദ്ദീനി, ഈ ദീനിന്റെ ഇസ്ലാമിന്റെ തലയെ മുറിക്കപ്പെടൂല ഇല്ലാ ബിസൈഫിദ്ദീനി, ദീനിന്റെ വാള് കൊണ്ടല്ലാതെ. അഥവാ ഞങ്ങൾക്ക് ദീനിന്റെ ആളുകളായി ചമയണം, ഇസ്ലാമിന്റെ ആളുകളായി ചമയണം, എന്നിട്ട് ഇസ്ലാമിനെ നശിപ്പിക്കണം. വലിഹാദാ, ഇതുകൊണ്ട് തന്നെ ലൗ റഅയ്തനാ, നീ ഞങ്ങളെ കണ്ടാൽ, ലറഅയ്ത സുഹാദൻ ഉബാദൻ റുക്അൻ സുജ്ജദാ, ഞങ്ങൾ വലിയ സാഹിദികളായി ആബിദിങ്ങളെ പോലെ വലിയ റുകൂ ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന, അഥവാ ഒരുപാട് നിസ്കരിക്കുന്നവരെ പോലെ കാണും. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, അല്ലാഹു കൽപ്പിച്ചത് ചെയ്യുന്നവരും വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുന്നവരായിട്ട് കാണും. പക്ഷേ പുറത്തേക്ക് കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. ഇങ്ങനെ വേഷം ചെമിയൽ കൊണ്ടല്ലാതെ ഈ ഇസ്ലാമിനെ ഇവിടുന്ന് നശിപ്പിക്കാൻ കഴിയില്ല എന്ന് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യൻ മുഹമ്മദ് അബ്ദു എഴുതിയ കത്ത്. സുബ്ഹാനല്ലാഹ്, ഫഹദ് ബിൻ അബ്ദുറഹ്മാൻ റൂമി അദ്ദേഹം എഴുതിയ കയ്യെഴുത്ത് കോപ്പിയടക്കം മൻഹജുൽ മദ്രസത്തിൽ അഖലിയ അൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിന്റെ 161-ാമത്തെ പേജിൽ ചേർക്കുന്നുണ്ട്. ഇതാണ് സലഫിയുടെ ലക്ഷ്യം, ഇതാണ് സലഫികളുടെ ഉദ്ദേശം. ഇസ്ലാമിന്റെ ആദർശം തൗഹീദൊക്കെ പറഞ്ഞ് ബിദ്അത്തിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിനെ നശിപ്പിക്കുക എന്നതായിരുന്നു സലഫി നേതാക്കളുടെ ലക്ഷ്യമെന്ന് വളരെ വ്യക്തമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ
പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ എഴുതിയ കത്തയുടെ കയ്യെഴുത്ത് കോപ്പി അടക്കം കൊടുത്തിട്ടാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബുദ്ധിയുള്ള നിങ്ങൾ ആലോചിക്കൂ, എന്താണ് സലഫികളുടെ ലക്ഷ്യം? ഇസ്ലാമിനെ നശിപ്പിക്കലാണ് ഇവരുടെ ലക്ഷ്യം. ഇസ്ലാമിനെ നശിപ്പിക്കണമെങ്കിൽ മുസ്ലിമീങ്ങളെ വേഷം ചമഞ്ഞ് വലിയ ഇബാദത്ത് ചെയ്യുന്നവരെ വേഷം ചമഞ്ഞാലേ ഈ ഇസ്ലാമിനെ ഇവിടെ നശിപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ് നേതാക്കൾ എഴുതുന്നത്. അതിന് വേണ്ടിയാണ് സലഫിയത്ത് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ മുഴുവനും മനസ്സിലാക്കണമെന്ന് മാത്രം ഉണർത്തി, സമയം 30 മിനിറ്റോളം ആയതുകൊണ്ട് ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ, നിങ്ങളെ നെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇനിയും വായിക്കാൻ ഒരുപാട് രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലിപ്പ് നാളെ ഉണ്ടായിരിക്കും. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കണമെന്ന്, ഇനിയും അത്ഭുതകരമായ വിഷയങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനുണ്ടെന്ന് ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ഈ ക്ലിപ്പ് ഇവിടത്തേക്ക് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.